ഏരിയ 51 യു എസിലെ നവേദയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടോപ്പ് സീക്രട്ട് മിലിറ്ററി ബേസ്. വളരെ സീക്രട്ട് ആയിട്ടുള്ള മിലിറ്ററി എയർക്രാഫ്റ്റുകൾ, അഡ്വാൻസ്ഡ് ടെക്നോളജീസ് മുതലായവ ടെസ്റ്റ് ചെയ്യാനാണ് ഈ സ്ഥലം ഉപയോഗിക്കുന്നത് എന്നാണ് യു എസ് ഗവൺമെന്റിന്റെ വാദം. പക്ഷെ ശരിക്കും അത് അങ്ങനെ തന്നെയാണോ? കാരണം ഇങ്ങനൊരു സ്ഥലം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒരുപാട് കാലത്തേക്ക് യു എസ് ഗവൺമെന്റ് എല്ലാവരിൽ നിന്നും മറച്ചുവെച്ചു. ഒടുവിൽ 2013 ഈ ഒരു സ്ഥലത്തിന്റെ എക്സിസ്റ്റൻസ് അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നത് തന്നെ. എന്തിനാണ് ഇങ്ങനെയൊക്കെ? ഏരിയ 51 ഏലിയൻസിന്റെ സാന്നിധ്യമുണ്ട് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ശരിക്കും അതങ്ങനെ തന്നെയാണോ? എല്ലാത്തിന്റെയും തുടക്കം 1947 അന്ന് റോസ്വെൽ എന്ന സ്ഥലത്തേക്ക് ഒരു സ്പേസ് ഷിപ്പ് ആക്സിഡന്റലി വന്ന് പതിക്കുകയാണ്. എന്നാൽ അത് വെറും സ്പേസ് ഷിപ്പ് ആയിരുന്നില്ല, മറിച്ച് അതൊരു ഏലിയൻ ഷിപ്പ് ആയിരുന്നു എന്നാണ് അന്നത്തെ പല ദൃക്സാക്ഷികളും അഭിപ്രായപ്പെടുന്നത്. ശേഷം ഈ സ്പേസ് ഷിപ്പിനെയും അതിലുണ്ടായിരുന്നവരെയും ഏരിയ 51 മാറ്റിയത് എന്നും അന്നത്തെ ദൃക്സാക്ഷികൾ പറയുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഏരിയ 51 നടക്കുന്നത് ഏലിയൻ സിവിലൈസേഷൻ ആണ്. അതായത് ഏലിയൻ ബോഡീസിനെ കുറിച്ചുള്ള പഠനം, അതുപോലെ തന്നെ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് UFOസിനെ കുറിച്ചുള്ള പഠനം തുടങ്ങിയവയാണ് ഏരിയ 51 നടക്കുന്നത് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഏരിയ 51 രഹസ്യങ്ങളുടെ ഒരു കലവറയായിട്ട് മാറിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഏരിയ 51 എന്ന് പറയുന്നത് വെറും ഒരു മിലിറ്ററി ബേസ് മാത്രമോ, അതോ ഏലിയൻ സിവിലൈസേഷൻ വളരെ രഹസ്യമായിട്ട് നടക്കുന്ന ഒരു സങ്കേതമോ?